Welcome to Amritsveni Life Kids Superstar Senior, powered by Malabar Gold and Diamonds and UTS Gold Loan and Easter. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയാണോ? തുടങ്ങാം. ആരും മിണ്ടില്ല, കാരണം ഫസ്റ്റ് ഞാൻ ഗ്രൂപ്പ് റൗണ്ടിലേക്കാ പോകുന്നത്. അച്ഛൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഇന്ന് സ്റ്റൈൽ ആയിട്ടുണ്ട് കാണാൻ. അതാ ക്ലാസ് ആയിട്ടുണ്ട്. ഓ സൂപ്പർ, ഇഷ്ടപ്പെട്ടത്. തീർക്കാന്ന്. ഫസ്റ്റ് തന്നെ ഗ്രൂപ്പ് റൗണ്ടിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അനഘ. സനി സമഗമ ഗമധ സനി സഗ സഗ സനി സമഗമ ഗമധ സനിധ നിധമ തമഗ സനി ദേവ ഗന്ധർവ രാജ പൂജിതം നാട്യമണ്ഡപം നീജ ജന്മങ്ങൾ പാടിയാടുന്ന വേദിയാകുന്നവോ മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടെ ഇടറവേ മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടെ ഇടറവേ തെളിയാതെ പൊലിയുന്ന തിരിനാളമേ തിള പോലെ വരളുന്ന മമ മോഹമേ സനി സഗ സഗ സനി സമഗമ ഗമധ സനി സഗ സഗ സനി സമഗമ ഗമധ സനിധ നിധമ ദമഗ സനി സാമ സംഗീത ഭാവ സായോജ ഭാഗ്യമോനന്നരേ കാതിലാരെന്നു ചൊല്ലിയാർക്കുന്ന ശാപകീർത്തനങ്ങൾ മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടെ ഇടറവേ മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടെ ഇടറവേ അങ്കോപാംഗം സ്വരമുഖരം സനി സഗ സനി സ സനി സഗ സനി സ സനി സഗ സനി സ ഗമം മമ്മ ഗമദനി ദമദ്ദ ഗമദനി ദമദ്ദ ഗമദനി ദമദ്ദ തനി നിന്നി സാ സനി സരി സ സനി സരി സ സനി സരി സ സ സ സനി സഗ ഗ സനി സഗ ഗ സനി സഗ ഗ ഗ ഗ സനി സമ മ മ സനി സഗ ഗ ഗ ഗ
ഗുഡ് മോളെ ഗുഡ്. താങ്ക് യു. അനഘ, പറ. ഓ ഈ പാട്ട് എങ്ങനെയുണ്ടായി ഗ്രൂപ്പ് റൗണ്ടിൽ പാടാൻ? ഗ്രൂവ് അത്ര കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. മാനേജ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂവ് ആയിരുന്നു. ആണോ? അങ്ങനത്തെ രീതിയിലാണോ സൂപ്പർ ഓർക്കസ്ട്ര സെറ്റ് ചെയ്ത് തന്നത്? അപ്പൊ അവർക്ക് എന്തോ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. കൈക്കൂലി തന്നോ അനഘ പാച്ചു ചേട്ടാ? ഇല്ല അല്ലേ? ഓക്കെ, ചോദിക്കാം. ശരത് സാർ. അനോകേ, സാർ, നന്നായിട്ട് പാടി. കുറച്ച് ശ്രുതിയുടെ കാര്യമാണ് എനിക്ക് അവിടെ ഇവിടെ ഒരു പ്രധാനമായിട്ട് തോന്നിയത്. പിന്നെ അകതാരിൽ അതൊന്ന് പാടാമോ? ആ വരവീണ വരവീണ വീണ വീണ അകത്താരിലണിയുന്നവര വീണ. ആ അതൊക്കെ നോക്കണം. അതിൻ്റെ ഒരു സഞ്ചാര പഥമില്ലേ എല്ലാ സ്കെയിലുകൾക്കും. നമുക്കൊരു ടെൻഡൻസി എന്താണ് പാടാം, അത് പാടരുത്, ഇതേ പാടാവും. അപ്പോഴാണ് അതിനൊരു ഒരു ഗുമ്മുണ്ടാവുന്നത്. മനസ്സിൽ വിടരും ഒരു ഉഷസ്സിൻ കഴിഞ്ഞിട്ട് മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി. കഠിന മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി. കഠിനത്തിന്റെ ഠാ കേൾക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അങ്കോപാങ്കം സ്വരമുഖരം എന്താ അങ്ങനെ ആയി പോയത്? അനുപല്ലവി കഴിഞ്ഞല്ല, ചരണം കഴിഞ്ഞിട്ടുള്ളത്. അത് എന്റെ ഉമ്മയ്ക്ക് ശ്വാസം കിട്ടൂല, അപ്പം ഞാൻ പകുതി കട്ട് ചെയ്യാൻ നോക്കി. ചക്ര അതൊക്കെ വേണ്ടേ പ്ലാൻ ചെയ്യാൻ? അതുപോലെ അതങ്ങ് മൊത്തത്തിലും അലമ്പായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് പാടാമോ കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന്? മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിൽ ഇവിടെ ഇടറവേ. മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിൽ ഇവിടെ ഇടറവേ. അങ്കോപാംഗം സ്വരമുഖരം. ആ ഇതാണ് സ്വരമുഖരം. ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഒരു ഐറ്റം പാടാൻ വന്നിട്ട് അത് കയ്യിൽ നിന്ന് പോയതാണ്. അതായിരുന്നു ഒരു ഭീകരമായിരുന്നത്. മറ്റേതൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഒക്കെ പാടി. ഈ ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചോളാണ് ആനൊക്കെ കേട്ടോ കാര്യം. പറ്റില്ല, പ്രത്യേകിച്ച് അതിങ്ങനെ ചേരാതെ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് സസ്റ്റെയിൻസ് ഒക്കെ വരുമ്പോൾ അതറിയും. അതൊന്നും നോക്കിക്കൊള്ളാം, അതേ ഉള്ളൂ. ബാക്കി നല്ലൊരു പാട്ട്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചക്കര ചിത്ര ചേച്ചിയുടെ പാട്ടെടുത്തുകൊണ്ടൊന്ന് പാടിയതിൽ കുറേ സന്തോഷം. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ട്രാവല് എപ്പോഴും ആ ഏത് സ്കെയിലാണോ അത് അതിനകത്ത് തന്നെ നിന്ന് അതാണ് സുഖം കേട്ടോ. സഞ്ജയ് സൂപ്പർ ആയിരുന്നു കേട്ടോ. സഞ്ജയ് മറന്നുപോയി. സഞ്ജയുടെ ശബ്ദം ഇങ്ങനെ ഇവിടെ മുഴങ്ങി. സൂപ്പർ ആയിരുന്നു. അനഘ സർ, നന്നായിരുന്നു. താങ്ക് യു സർ. ഇതൊരു ടഫ് സോങ് ആണ്, നമ്മൾ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് ശ്രുതി, പിന്നെ അതുപോലെ അക്ഷരസ്ഫുടത. കാരണം ഇപ്പോൾ ഈ സ്വരമുഖരം അഘ, നമ്മളിപ്പോൾ അനഘ എന്ന് പറയുന്നത് പോലെ അനഘ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനഘ എന്ന് പറയണ്ടേ. അതുപോലെ ഠ, അതൊക്കെ ഒന്ന് കേൾക്കണം. കാരണം ഇതെല്ലാം മറ്റേ ടക്ക 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു പാട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലുവൻസി അതും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചൊരു എടുപ്പ് ഉണ്ടായേനെന്ന് എനിക്ക്. പ്രത്യേകിച്ച് ആ ഠ എന്ന് പറഞ്ഞ വാക്ക്, സ്വരമുഖരം, അതുപോലെ വിടൊരു മുഷസ്സിൽ, അതിനൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ പുഷ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അവിടെയും ഓർക്കസ്ട്രേഷനൊക്കെ അല്ല, ഇത് അവിടെ മാറിയിട്ടാണോ വായിച്ചത്? മാറിയിട്ടാണ് വായിച്ചത്. ഓക്കെ. ദെനഗൻ ഒറിജിനൽ സോങ്ങിൽ അവിടെ ഇപ്പോൾ ഒരു എക്സ്ട്രാ പുഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായേനെന്ന് എനിക്ക് തോന്നി. പിന്നെ ഗ്രൂവ് റൗണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയൊരു കയ്യടി. ആ ഒരു ഭയങ്കര രസമുള്ള ഒരു റിതം ആയിരുന്നു അത്. ആ ഒരു പോർഷനിൽ അവർ പ്ലേ ചെയ്തത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, കലക്കിയത്. പിന്നെ ഓഫ് കോഴ്സ് സഞ്ജയ് കലക്കി. സഞ്ജയ് പെട്ടെന്ന് ഒരു ഭൂമി കുലുക്കം പോലെയാണ് വന്നത്. അങ്ങനെയായിരുന്നു. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ.
അത്രേ ഉള്ളൂ അനക്ക. ശ്രുതി അതുപോലെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രൊണൗൺസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഈ മുഖം, ആ ഒരു ഠ, അങ്ങനെ ഉഷസ് എന്നൊക്കെ അതൊക്കെ ഒന്ന് അടിച്ചു നിൽക്കണം. അത്രേ ഉള്ളൂ. That's it. All the best. താങ്ക് യു ഷാനിക. ചേച്ചി അനഘ മാം ചക്കരെ മാം നന്നായിരുന്നു മോളെ. നൈസ് അറ്റംപ്റ്റ്. താങ്ക് യു മാം. ഇതൊക്കെ വളരെ അത്ര ഈസി അല്ല. ഒന്നാമത് നല്ല റിത്മിക് ബാക്കിംഗ് ഇതിന്റെ കൂടെ വരുമ്പോഴാണ് അതിന്റെ ഒരു ഫുൾ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇവർ ഗ്രൂവ് മാറ്റി വായിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് കൺഫ്യൂസിങ് ആവും. അതിന്റെ ഒരു ശരിക്കുള്ളൊരു ഗുമ്മ് വരണമെങ്കിൽ അത് അതിൻ്റെതായ ഇതിൽ തന്നെ പോകണം. ക്ലാസ് ആയിട്ട് വായിച്ചു, സൂപ്പറായിരുന്നു ഓർക്കസ്ട്ര. അത് മോളെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി കേട്ടോ. എനിക്കിതിൽ ഒരു സജഷൻ ഉണ്ടായിരുന്നത് സനി സഗ സഗ സനി സമ ഗമ ഗമദ, ആ കോറസ് അവിടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊരു അഭിപ്രായം തോന്നി എനിക്ക്. 2-3 പേര് അത് പാടിയിരുന്നെങ്കിൽ രസമായേനെ. കാരണം അവിടെ മോള് മാത്രം ഒറ്റയ്ക്ക് കുറേ, കാരണം അതിനുശേഷം വരുന്ന വരികളൊക്കെ ശ്വാസം കിട്ടാത്ത വരിയാണ്. അപ്പോൾ ഈ സനി സഗ സഗ സനി സമ ഗമ ഗമദ സനിത നിതമ തമഗ സനി ദേവ ഗന്ധർവ ഇത് ഒരുമിച്ചെടുക്കുമ്പോൾ ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം വരും. കാരണം അതിന് ശേഷം കഷ്ടമാണ്. അപ്പോൾ അവിടെ കോറസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു റിലീഫ് ആയേനെ. അവിടെ അത് അറേഞ്ച് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം. അല്ലാതെ നമ്മൾ നന്നായി പാടി. ഈ സാറ് പറഞ്ഞ ആ പോയിന്റ്സ് തന്നെ എനിക്ക് ശ്രുതിയാണ് തോന്നിയത്. കുറേയൊക്കെ സരി രിഗ ഗമ ആ സസ്റ്റെയിനിലും കുറേശ്ശെ ഒന്ന് ചേരാൻ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ഷാർപ്പാവുന്നുണ്ട്. ചില സമയത്ത് ഓക്കെ ആവും, പിന്നെ കുറച്ച് ഫ്ലാറ്റ് ആവും. അപ്പോൾ ആ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പാട്ട് അങ്ങനത്തെ ഒരു ടക്ക് ടക്ക് പാട്ടാണ്. അപ്പം അതിനകത്ത് നമ്മളത് പെട്ടെന്ന് അത് വേറിട്ട് നിൽക്കും ആ ശ്രുതി ചേരാണ്ട് വരുമ്പോൾ. അത് മാത്രമായിരുന്നു ഇതിനകത്ത് എനിക്ക് തോന്നി. അല്ലാതെ നല്ല മിടുക്കിയായിട്ട് തന്നെ എല്ലാം പഠിച്ച് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഫാക്സ് ചോദിക്കാം. ശരത് സർ. അനഘേ, ആ സർ. പാടുന്നില്ലോ, ഓക്ടാവ്സ് പാടുന്നില്ലേ? ആ അത് ഷഡ്ജം മാത്രം വെച്ചിട്ട് പാടാമോ? സാ 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 ഗ സാ മാ. ചുമ്മാ ജസ്റ്റ് ട്രൈ. ചുമ്മാ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പ്രാക്ടീസ്. അതോ അയ്യോ ഒന്ന് പാടി നോക്കി. ദേവഗന്ധർവരാജ ദേവഗന്ധർവരാജ പൂജിതം നാട്യമണ്ഡപം. അത് കണക്ട് ചെയ്ത് പാടാം. അപ്പൊ ഈ വൃത്തികേട് വരത്തില്ല. അതെ, ആ ഒരു ഗ്ലൈഡും കൂടെ ഒന്ന് ഒന്ന് ഗ്ലൈഡ് ചെയ്തിട്ടാ കുഴപ്പമില്ല. ദേവഗന്ധർവരാജ പൂജിതം നാട്യമണ്ഡപം. അല്ല, നമ്മള് പറഞ്ഞാൽ അത് പാടുന്നത് നല്ലതല്ലേ? അതെ, അത് അപ്പൊ ഗ്രാസ്പ് ചെയ്തിട്ട് പാടുക എന്നുള്ളത് അത്രേ ഉള്ളൂ. ഇത് പാടി വന്നിട്ട് 9.1 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. സഞ്ജയ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. മോളെ 9.1 മാർക്സ്. താങ്ക് യു മാം. ഷാനിക. അനഘ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.2. താങ്ക് യു. Welcome back to Amrithveni Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, നമ്മുടെ തേജസ് ഇങ്ങനെ പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സെമി ഫൈനലിസ്റ്റ്. അവനെന്തിനു ഇനി എന്തിനു ടെൻഷൻ? ടെൻഷൻ അല്ല, പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഒരു റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ. പിന്നെ അതും കൂടെ ആയി അവന് നേരെ സെമി ഫൈനലിലേക്ക് കേറാലോ. അപ്പൊ അതിന് വേണ്ടിയാണ് തീർത്ത് വിട്ടേക്കാം നമുക്ക്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തേജസ്. കുറച്ച് സ്പീഡ്. ഹായ്, ജൂക്ക് ബോക്സ് റൗണ്ടിന് റെഡിയാണോ? റെഡിയാണ്. നമ്പറുകൾ കാണിക്കട്ടെ. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? എന്തിനു? ടെൻഷനേ ഉള്ളൂ. അതേ ഉള്ളൂ. ചെറിയ ആക്ടിങ്. അതെ, ടെൻഷൻ ഓക്കെ, എന്താ കാണിക്കൂ നമ്പേഴ്സ്? നമുക്ക് നോക്കാം. ഓക്കെ, 1 2 3. 2 എടുക്കടാ. സാറ് പറഞ്ഞ പോലെ 2 എടുക്കാം. എന്തെങ്കിലും ഇനിയിപ്പോ ഒന്നും പറ്റിട്ടും കാര്യമില്ല. എന്തായാലും ഒന്നും പറഞ്ഞ് നമുക്ക് നന്നായി പാടാൻ പറ്റട്ടെ. അപ്പൊ 2-ൽ ഏത് പാട്ടാണെന്ന് നമുക്ക് നോക്കാം. സാറ് നോക്കിച്ചോ. നിന്റെ ശബ്ദത്തിന് പറ്റിയ പാട്ട് ഇത് അറിയാമോ? അറിയാം. ബേസ് ഒക്കെ നിനക്ക് കുഴിച്ചെടുക്കാം. പിന്നെ നിനക്ക് പൂന്ത് വിളയാടാ. ഓൾ ദ ബെസ്റ്റ്. നന്നായി പാടും. All the best.
നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ വെണ്ണുര വന്നു തലോടുമ്പോൾ തടശിലയലിയുകയായിരുന്നു വെണ്ണുര വന്നു തലോടുമ്പോൾ തടശിലയലിയുകയായിരുന്നു ഭൂമിയിൽ തേടിയ ചെമ്പിലറയൻ ദൂരെ തുഴയെറിയുമ്പോൾ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ ഇലകളും കനികളും മരതകവർണ്ണവും വെറുതെ മറഞ്ഞേനെ രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ തേജസ് യെസ് തേജസിനോട് ഇപ്പൊ എന്ത് ചോദിക്കാനാ നമ്മള്? എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഡയറക്റ്റ് സെമി ഫൈനലിലേക്ക് കേറി. നല്ല എങ്ങനെ പാടി? നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു. ആണോ? കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ചോദിച്ചോക്കാലോ. സെൽഫ് അനലൈസ് ചെയ്യണമെന്നാണ് എപ്പോഴും ശരത് സാറ് പറയാറുള്ളത്. ഓക്കെ ചേച്ചി. തേജസ് യെസ് മാം. എന്താ പാട്ട്, സൂപ്പർ പാട്ടിടാ. സെലക്ഷൻ അത് വന്ന വലിയൊരു ഭാഗ്യം ഈ ഒരു പാട്ട് കിട്ടിയത്. ദാസങ്കിളുടെ ശബ്ദം
ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണെന്നുള്ളത് ഉറപ്പിക്കാം. കാരണം ആ ശബ്ദത്തിന്റെ ആ ഒരു മാജിക്, അതിന്റെ ഒരു ബ്യൂട്ടി അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, തലയിൽ ഇങ്ങനെ റെസണേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ ശബ്ദം. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ട ഈ പാട്ട് വേറെ ആരെടുത്ത് പാടുമ്പോഴും ഫസ്റ്റ് വിലയിരുത്തുന്നത് ആ ശബ്ദവുമായിട്ടായിരിക്കും. പക്ഷെ മോനെ നന്നായി പാടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്കിതില് ചില സ്ഥലങ്ങളൊക്കെ ക്ലാരിറ്റി ആവാമായിരുന്നു എന്ന് തോന്നി. ചില സംഗതികൾ ഇപ്പൊ അനുപല്ലവിയില് തലോടുമ്പോൾ അവിടെ ഇപ്പൊ കൊറേ ഗ്ലൈഡ്സും സംഗതിയും മിക്സ് ആയിട്ടുള്ള ഒരു സാധനം കേൾക്കുന്നത് മോൻ പാടുമ്പോ. താര എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് വരണം. എന്തായിരുന്നു അത്? വെണ്ണുര വന്നു തലോടുമ്പോൾ. അതിലൊക്കെ ആ ഒരു ചില സംഭവങ്ങൾ പാടുമ്പോൾ മോനെ ആ വോയിസിൽ ഇപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ അത് വരുമ്പോൾ നമ്മളത് അങ്ങിരുന്ന് കേട്ട് പോകുന്നു. ഇതിപ്പോൾ കുറച്ചൊരു വെയിറ്റേജ് കൂടുതലൊരു ആർട്ടിഫിഷ്യാലിറ്റി വരുന്നുണ്ട് ആ സംഗതിയിൽ. അത് പാടണല്ലോ എന്നുള്ളൊരു സാധനമല്ലേ, അത് കുറച്ച് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്ന് കളഞ്ഞാൽ മോൻ്റെ വോയിസിലേക്ക് അത് മാറ്റാൻ പറ്റും. ഇപ്പം എനിക്കാണ് ആ തോന്നിയത്. ആ ഒരു ഇപ്പോൾ ഈ തലോടുമ്പോൾ എന്നുള്ളത് 2 പ്രാവശ്യമായാലും അത് പാടുമ്പോൾ പിന്നെ എന്താ ദൂരെ തുഴയെറിയുമ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ ഉള്ളൊരു ശ്രമം കൂടി നടത്തണം. ഇതിലെല്ലാം ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനിരിക്കുന്നില്ല, ഞാനതിൽ മാർക്ക് ചെയ്തതൊക്കെ അത് ആ സംഗതികൾക്കൊക്കെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആവാം എന്നുള്ളതാണ്. പിന്നെ ഈ വികാര നൗകയുമായി എന്ന് പറയുമ്പോൾ തന്നെ ദാസേട്ടൻ്റെ ആ ശബ്ദത്തിലുള്ള ആ ബേസ് അത് വല്ലാത്തൊരു മാജിക്കാണ്. മോൻ്റെ വോയിസിൽ ബേസ് വോയിസ് ഉണ്ട്, നല്ലൊരു ടെക്സ്ചർ ഉണ്ട് ആ വോയിസിൻ്റെ അകത്ത്. അത് ഡെവലപ്പ് ആവും. ഇതിപ്പോൾ ഈ ഒരു പ്രായമല്ലേ, കുഞ്ഞു കുട്ടിയല്ലേ, ഇനി വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക, ക്ലാരിറ്റി വരുത്താനുള്ളൊരു ശ്രമം നടത്തണം. അതാണ് മെയിനായിട്ട് എനിക്കിതിൽ തോന്നിയത്. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി, നല്ല രസമുണ്ടായിരുന്നു മോനെ. ഓർക്കസ്ട്ര കലക്കി, ഉഗ്രനായിരുന്നു, എല്ലാവരും മനോഹരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു ചേച്ചി. ശരത് സർ മോനെ ഉഗ്രം പാട്ടടാ. അസാധ്യ പാട്ട്. ഒരു നേരത്തെ ഈ ഫിലിം കണ്ടതാണ്. എടാ മുത്തേ, അത് കാണ്, ആ ഫിലിം കാണ്. എന്തൊരു ഉഗ്രം പടമാടാ. നമ്മൾ നെഞ്ച് പൊട്ടിപ്പോവും ആ ഫിലിം കണ്ടാൽ. അത് അങ്ങനെയുള്ള പടം ഒന്നും മിസ് ചെയ്യല്ലേ. നമ്മൾ പറയുന്നതൊക്കെ പോയി കാണും അറ്റ്ലീസ്റ്റ്, അത്രയെങ്കിലും. മോനെ നന്നായിട്ട് പാടിയാ, നന്നായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം ആദ്യം അങ്ങ് പറയാം. ഈ മുകളിൽ പാടുന്ന നീ ഓർത്ത് അലറി വിളിക്കുക, അതിന്റെ തൊണ്ട അടഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല. പിന്നെ അപ്പൊ എന്തിനോ അത്രയും പവർ? രാക്കിളി പൊന്നുമകളെ എന്നുള്ളത് മകളാണത് അല്ലേ? അപ്പൊ ആ വിളിക്കുന്നതിനും ഒരു സ്നേഹം വേണം. അത് പൊന്മകളെ എന്ന് വിളിച്ചാൽ മകൾ അപ്പുറത്തെ കണ്ടം വഴി അങ്ങ് ഓടും. അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. ഈ ഒരു പാട്ടിന്റെ സ്വഭാവമില്ലേ, അപ്പൊ അത് വെച്ച് മതി. അങ്ങനെ ആ ലൈനൊന്ന് പാടാമോ? ഇത്രയ്ക്ക് ഒരു ത്രസ്റ്റ് ഇല്ലാതെ കുറച്ചും കൂടെ ഒതുക്കി സുഖമായിട്ട്. രാക്കിളി പൊന്മകളെ. മതി മതിയടാ, മതി. എന്ത് ബ്യൂട്ടിഫുൾ അസാധ്യം. അവിടെ മാത്രം ഒരു അനാവശ്യമായിട്ട് ഞാൻ വരുന്നതിൻ്റെ തൊണ്ട മുഴുവൻ അടഞ്ഞ് കീറി പറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയുള്ളത് ഇപ്പം എന്ത് മനോഹരമായിട്ട് പാടി. അത് മതി കേട്ടാ. അതെന്ത് അസാധ്യ പാട്ടടാ. ഞാനിങ്ങനെ ആ രവീന്ദ്ര മാഷിനെ ആലോചിച്ചു പോയുള്ള സത്യം പറയാൻ. അദ്ദേഹം കമ്പോസ് ചെയ്ത് പിന്നെ ഈ നമ്മളൊക്കെ ഈ സ്നേഹത്തോടെ വിളിക്കുന്ന ദാസേട്ടൻ എന്നുള്ളത് ഒരു നിവൃത്തിയുടെ ഈ പാട്ടൊക്കെ വേറെ ആര് പാടിയാലും കൊള്ളത്തില്ല. അത് സത്യം, അതാണ്. വേറൊന്നും പറയാനില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ പാടുമ്പോൾ ഉള്ളത് അഭിനയിച്ചാണ് ദാസേട്ടൻ പാടുന്നത്. അത് എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വികാരം പാട്ടിലുണ്ടാവും. അത് എന്ത് രസമാണ് കേൾക്കാൻ, പല ഫ്രേസസും. അത് പറയാതിരിക്കാൻ പറ്റും, എപ്പോഴും പറഞ്ഞു പോകുന്നു. വേളിപ്പുടവ്, അതൊന്ന് പാടാമോ? വേളിപ്പുടവ വിരിഞ്ഞു വിരിഞ്ഞു വിരിഞ്ഞു. അത് കംപ്ലീറ്റ് ആവട്ടെ. പിന്നെ യാത്രാമൊഴിയാണോ? അതൊക്കെ നല്ല യാത്രാമൊഴിയാണോ നിൻ മൗനം. നിൻ മൗനം, നിൻ മൗനം. അപ്പൊ അത്ര വിളിച്ചക്കരെ. പിന്നെ മോനെ ഇതൊന്ന് പാടാ. തീരവും തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു.
എന്തൊരു സൂപ്പർ ക്രാഫ്റ്റ് രവീന്ദ്രൻ മാഷിന് പറയാതിരിക്കാൻ വയ്യ. അത് അദ്ദേഹം പാടിയേക്കുന്നത് നമുക്ക് നെഞ്ചത്ത് കൊണ്ടുപോടാ. എനിക്ക് ബാക്കി എല്ലാം ഇഷ്ടമായി മുത്തേ. നിനക്ക് നിന്റെ ശബ്ദത്തിനും നിന്റെ വികാരം കൊള്ളാനുള്ള ഒരു ശബ്ദം നിനക്കുണ്ടല്ലോ. അപ്പം അത് വികാര നൗക നൗക ഒക്കെ പ്രസൻസ് അല്ലെങ്കിൽ നൗക എന്ന് പറഞ്ഞ് കേൾക്കും. അതിൻ്റെ സുഖം, അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ദാസേട്ടൻ്റെ റേഞ്ച് ഫുള്ള് മനസ്സിലാക്കി എത്ര അദ്ദേഹത്തിന് താഴോട്ടും മേളിലോട്ടൊക്കെ പാടാൻ പറ്റുമെന്നുള്ളത് ഒരു കാണിച്ചു തന്ന ഒരു സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ മാത്രമേ ഉള്ളൂ. അതിനുശേഷമുള്ള ബാക്കിയുള്ളവർ കേട്ടോ. അപ്പം എന്തൊക്കെയാലും അവനെ നല്ലൊരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് തന്നെ പാടി. നീ ഇതൊക്കെ കൂടെ ഇപ്പം അവന് മാർക്കും വേണ്ടല്ലോ. അവൻ കുറച്ച് കൂളായിരുന്നു. കുഴപ്പിയോ? ഇല്ലല്ലോ. വിശ്വസിക്കുന്നു ഞാൻ നിന്നെ. എനിക്കൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുള്ളൂ. ഐ ലവ് യു. ലവ് യു ടു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക തേജസ് നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. അത് ആക്ച്വലി തേജസിന്റെ വോയിസിന് ഒരു ടൈലർ മെയ്ഡ് സോങ് പോലെയാണ്. കാരണം ആ ബേസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വെയിറ്റ് ആണ്. തേജസിന്റെ ആ ഒരു വികാര നൗക ആ ഭാഗമുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഈ ഹൈസ് പോകുമ്പോൾ നമുക്കൊന്ന് പിടിക്കാം. അത് ഇത്രയും ഒരു 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 ഷൗട്ടിങ് അല്ലെങ്കിൽ ഒരു അലർച്ച ആ ലെവലിലേക്ക് പോവാതെ ആ ഫീലിന് കുറച്ചുകൂടെ ഒരു ഇത് കൊടുത്തിട്ട്, കാരണം ഇത് എക്സ്ട്രീം 2 റേഞ്ചസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ബേസ് റേഞ്ച് എന്തായാലും തേജസിൻ്റെ അത് സ്ട്രോങ് തന്നെയാണ്. ആ ഹൈസ് പോകാൻ നേരത്ത് എത്തുന്നുണ്ട്, ഈസിലി എത്തുന്നുണ്ട് തേജസിന്. പക്ഷെ ഇത്രയും ഓപ്പൺ ആവണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ മകളെ 2-3 ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ അത്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് കംപ്രസ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ നല്ല. ഇപ്പം പാടിപ്പിച്ചപ്പോഴും സൂപ്പർബായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു അത് കേട്ടോ. പിന്നെ ഇത് തന്നെ വേളിപ്പുടവ് വിരിഞ്ഞു, വെണ്ണൂര വന്ന് എല്ലാം പാടിപ്പിച്ചു. നല്ല ഉഗ്രൻ സോങ് സെലക്ഷൻ കേട്ടോ. ഉഗ്രൻ സോങ് സെലക്ഷൻ. അത് എങ്ങനെയോ അത് വന്ന് വീണു. അതെ. പിന്നെ ദയവേദി സിനിമ ഒന്ന് കാണും. ഒരു ഉഗ്രൻ. ഞാനിത് കഴിഞ്ഞ തവണ ആരായിരുന്നു പാടിയത്? അമൃതത്തിലെ സോങ് ആരോ എടുത്ത് പാടിയപ്പോൾ നമ്മൾ പറഞ്ഞു വിളയാടിയിരിക്കുകയാണ് അതിനകത്തുള്ള ആക്ടേഴ്സ് ഒക്കെ. മമ്മൂക്ക ആയിക്കോട്ടെ, മുരളിച്ചേട്ടനായിക്കോട്ടെ, എല്ലാവരും അങ്ങോട്ട് അങ്ങ് വിളയാടിയ വളമാണ്. അതൊന്ന് കാണുക കേട്ടോ. അങ്ങനത്തെ പെർഫോമൻസസ് ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സും കൂടെ ഒന്ന് ചോദിച്ചിട്ട് പോണേ. ഓക്കെ ശരത് സർ. ഇവര് മാർക്ക് തരുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. എങ്കിലും എത്ര വേണം ഇത് തന്നെ ചോദിച്ചെടുത്തോണ്ട് പോ. അതാ നല്ലത്. എന്നെ കൊണ്ട് വയ്യ. എന്നെ കൊണ്ടൊന്നും ചോദിക്കേ. 9.6. ഇവനെ ആരാണ് പിടിച്ച് അതിനകത്ത് കയറ്റിയത്? അവനെന്താന്ന് വെച്ചാലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ സെമി ഫൈനൽ ആയല്ലോ, കേറിയല്ലോ. പക്ഷെ അത്രയില്ലെന്ന് തോന്നുന്നു തേജസ്. അല്ലേ ചേച്ചി? സാർ ചോദിക്കാൻ പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചത്. ക്രൂരത എല്ലാം കൂടി അവന്. ചക്കരെ അത്രയില്ല. നിനക്ക് 9.4 മാർക്ക്. താങ്ക് യു സർ. ഒറ്റടിക്ക് 9.6. ചേച്ചി 9.4 മാർക്സ്. ഷാനിക. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.8. സൂപ്പർ. Welcome back to Amrithveni Live Skit Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, എന്താ പാർവി വിളിച്ചത്? ഹായ്. അടുത്ത പാട്ടിലേക്കല്ല പോകുന്നത്, ഒരു സ്പെഷ്യൽ മൊമെന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ സതീഷ് ചേട്ടൻ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിലേക്ക് ഒരുപാട് കത്തുകൾ വരാറുണ്ടെന്നുള്ളത്. അമൃത ചാനലിലേക്ക് വരണ എസ്പെഷ്യലി നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ മെൻഷൻ ചെയ്തിട്ട് ഒരുപാട് കത്തുകളാണ് നമുക്ക് വരുന്നത്. ശരത് സാറ് പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് അവിടെ നിന്നും വരുന്നുണ്ട് കത്തുകൾ. അങ്ങനെ ഒരുപാട് കത്തുകളാണ് നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. അതില് ഒരു കത്താണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇത് സൂപ്പർ സ്റ്റാർ സീനിയറിനെ സംബന്ധിച്ച് വളരെ പ്രൗഡ് ആയിട്ടുള്ള, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള, താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാം. ഇപ്പൊ ഇതിലൊരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ കറക്റ്റ് സമയത്ത് ഇപ്പൊ ഈ കത്തായിട്ട് വന്നത്. ഐ എം ഡിലൈറ്റഡ് ടു കോൺട്രിബ്യൂട്ട് എ സം ഓഫ് ₹20,000 towards a special prize for the best performer in the Ravindran Master round of Superstar Senior on Amrita TV. നമ്മളിപ്പോ രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. ഓക്കെ, I am particularly happy that
this recognition is being presented to Sri Yash Warrior for his outstanding rendition of the immortal composition Hari Muraliravam by the legendary Sri Ravindra Master. Wow. In my humble opinion, I have rarely heard this challenging masterpiece rendered with such perfection and emotional depth by any professional singer, except the iconic Sri KJ Yeshdas, Namada Dasetan himself. Yesh's performance was truly exceptional and deserves the highest appreciation. I have been an ardent admirer of Sri Ravindra Master's compositions for decades. This small contribution is my humble way of paying tribute to the genius of a composer whose music continues to inspire generations of music lovers. I would also like to place on record my special appreciation for Superstar Senior on Amrita TV. In my view, it is perhaps one of the finest musical reality programs currently being aired. Distinguished by the exceptionally high quality of its participants and the eminence and integrity of its judging panel. The program has consistently upheld high artistic standards while nurturing genuine musical talent. I convey my heartfelt congratulations to the entire team of Amrita TV and wish the program continued success in the years ahead. With warm regards, B. Hariharan, Gugaon. Okay, അപ്പോൾ ഹരിഹരൻ സാറാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. യശിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്. മധുമൊഴിരാതെ നിന്നെ തേടി ഷോക്കായോ? ഭയങ്കര 20,000 rupees ആണ് സാറ് ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് യശിന് വേണ്ടി സെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലൈക്ക് ഒരു പൈസ അല്ലെങ്കിൽ എമൗണ്ട് എന്നുള്ളതിൽ കൂടുതൽ അത് യശിന് മുന്നോട്ടുള്ള എനിക്ക് തോന്നുന്നു ഈച്ച് ആൻഡ് എവറി എല്ലാ കണ്ടസ്റ്റൻസിനും നമ്മുടെ ഷോയ്ക്കും എല്ലാത്തിനും കൂടെ ചേർന്നിട്ടാണ് സാർ ആ ഒരു എമൗണ്ട് ഇവിടെ യശിന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ സാറിന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സാറിന്റെ നീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, വൈഷ്ണവി എന്നാണ് പേര്. നമുക്ക് വൈഷ്ണവിനെ വിളിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വൈഷ്ണവി ഓൺ സ്റ്റേജ്. ഹായ് വൈഷ്ണവി. ഹലോ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ എല്ലാവരും മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഹരിഹരൻ സാറിന്റെ അടുത്ത്. സാർ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടോ? അങ്കിൾ ഇസ് എ ഡെഡിക്കേറ്റഡ് ഫാൻ എന്നേ ഞാൻ പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഷോന് ഹി നെവർ മിസ്സസ് എൻ എപ്പിസോഡ്. അത്രയും ഇഷ്ടത്തോടെ ഒരു ഷോ കാണുന്നെങ്കിൽ ഈ ഒരു ഷോ ആണ് കാണുന്നത്. സോ ആ ഒരു ഇതിൽ പുള്ളിക്ക് വരാൻ പറ്റിയില്ല, അതിന് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ആ പുള്ളിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദ എൻറ്റയർ ടീം ടു ഇങ്ങനെ ഒരു ഇത് അറേഞ്ച് ചെയ്ത് തന്നതിന്. ഞങ്ങളാണ് താങ്ക്സ് പറയണ്ടേ ഇവിടെ വരെ വന്നതിലും സാറിന്റെ ആ ഒരു പ്രസൻസിൽ ഇവിടെ വന്നതിൽ. താങ്ക് യു സോ മച്ച് വൈഷ്ണവി. കുറേ സന്തോഷം വൈഷ്ണവി. ഞങ്ങളുടെ ഒക്കെ സ്നേഹം ഹരിഹരൻ സാറിനെ അറിയിക്കുക. ഷുവർ സർ, ഷുവർ സർ, താങ്ക് യു. അതെ, അപ്പൊ നമുക്ക് യശ് വാ. യശ്, എന്താ തോന്നുന്നേ? ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ മൊമെന്റ് ആണ്. ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു ഞാൻ ഹരിഹരൻ സാറിനും വൈഷ്ണവിക്കും, ഓൾസോ സതീഷ് സാറും അമൃത ടിവിന്, ശരത് സാറും ഷാൻ സാറും MG സാറും മഞ്ജരി മാംക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ യശ്, അപ്പൊ എന്തായാലും യശിനൊരു ടോക്കൺ ഓഫ് ലവ് ആയിട്ടാണ് വൈഷ്ണവ് വന്നിട്ടുള്ളത്. അപ്പൊ യശിന്റെ ആ ഒരു പാട്ട് സാർ അത്രയും കേട്ട് ഇഷ്ടപ്പെട്ടിട്ടും കൂടെയാണ്. പിന്നെ നമ്മുടെ രവീന്ദ്ര മാഷിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫാൻ കൂടെയാണ് ഹരിഹരൻ സാർ. അപ്പൊ എന്തായാലും സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു 2 lines പാടിയാൽ ചിലപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായിരിക്കും. Sure, definitely. Okay. For you, Hariharan sir.
മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ. സോ ബ്യൂട്ടിഫുൾ. സൂപ്പർ. ഓക്കെ, അപ്പൊ ജഡ്ജസ് Yeah. ഹരിമുരളീരവത്തിനാണല്ലോ ഈ ഒരു അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അതെ, സാർ ഇത് അതെ, അയച്ചത്. അതെ, അപ്പൊ അതെ, നമുക്ക് തീർച്ചയായും. അതിന്റെ എന്തെങ്കിലും ഒരു ചെറുത് അത് ന്യായമായി. അല്ലേ? something ആവാം. ഇതെന്തായാലും സാറിന് ഇഷ്ടപ്പെടും, പക്ഷെ എന്നാലും ആ ഒരു പാട്ടിന്റെ എന്തെങ്കിലും. അപ്പൊ ഇനിയും ഇപ്പൊ പാരിതോഷികങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. യെസ്. Thank you അപ്പൊ so ഇത് much. സാറിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിരുന്നു. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഹരിഹരൻ സാർ ആൻഡ് വൈഷ്ണവി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാ പാർട്ടിസിപ്പൻസിനും വെരി വെരി അമേസിങ് പെർഫോമൻസ് ആയിരുന്നു. ഐ വാസ് സിറ്റിംഗ് ഹിയർ വാച്ചിങ് ഓൾ ഓഫ് യു പെർഫോം. ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ. ആൻഡ് ആ ഒരു ഡെഡിക്കേഷൻ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടു. താങ്ക് യു സോ മച്ച്. Welcome back to Amrithveni Live with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Okay, judges. യെസ്. നമുക്ക് അൺപ്ലഗ്ഡ് റൗണ്ടിലേക്ക് പോവാം. എല്ലാരും സന്തോഷിച്ച് നിൽക്കല്ലേ? പിന്നെ ഓക്കെ, തീർച്ചയായിട്ടും. ഇതോടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഏഷ്യന്റെ അടുത്ത് പോയിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും. അതിന്ന് വീതം അത് മുഴുവൻ ഞാൻ മോഷ്ടിക്കും. ഓക്കെ, അപ്പൊ അൺപ്ലഗ്ഡ് റൗണ്ടിൽ പാടാൻ വരുന്നു സ്നേഹ. കണ്ണെഴുതിയൊരുങ്ങി ഇന്നും വാൽ കണ്ണാടി നോക്കി കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കണ്ണിൽ കാർത്തിക ദീപം കൊളുത്തി പൊൻകിനാവിൻ പൊൻ
കിലുങ്ങാതെ നടക്കും ആ വിളിയൊന്നു കേൾക്കാൻ കൊതിക്കും കടവത്ത തോണി കണ്ടില്ല എന്തേ എന്നെ നീ തേടി വന്നില്ല എന്നോടെന്തിനീ പിണക്കം ഇന്നും എന്തിനാണെന്നോട് പരിഭവം എന്നോടെന്തിനീ പിണക്കം ഇന്നും എന്തിനാണെന്നോട് പരിഭവം ഒരുപാടു നാളായി കാത്തിരുന്നു നീയൊരു നോക്കു കാണാൻ വന്നില്ല ചന്ദനത്തെന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ എന്നോടെന്തിനീ പിണക്കം ഇന്നും എന്തിനാണെന്നോട് പരിഭവം. നൈസ് മോളോ. സ്നേഹ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ, നല്ല രസമുണ്ടായിരുന്നു. ആരാ സ്നേഹത്ത് പിണങ്ങിയേ? എല്ലാവരും ആര് പിണങ്ങിയില്ലേ? ചോദിക്കാം. ശരത് സർ. നല്ല ഒരു സുഖമുള്ള പാട്ട്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് സ്നേഹ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പല ഏരിയയിലും സ്നേഹ ഒരു ആക്ച്വൽ സ്നേഹ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്തു പറ്റി സ്നേഹ? ഈ പാട്ട് ഇഷ്ടമല്ലേ സ്നേഹയ്ക്ക്? ആ പിന്നെ അപ്പോൾ ഒരു സ്നേഹ എപ്പോഴും പാടുന്ന പോലെ ആ ഒരു ഈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ശ്രുതിയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ തുടക്കത്തിൽ അമ്മിങ് ഒട്ടും ചേർന്നിട്ടില്ലായിരുന്നു. അത് സ്നേഹയ്ക്ക് തോന്നിയോ? ഇല്ലേ? ആ ഇരുന്ന് പാടിയത് കൊണ്ടാണോ ഇനി? അറിയില്ല സർ. അപ്പോൾ എന്തൊക്കെയാലും സ്നേഹ ഒരു ഉഗ്രം പാട്ടുകാരിയാണ്, അതിൽ ഡൗട്ടില്ല, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഈ ഒരു പാട്ട് എനിക്ക് എന്താ പറയണ്ടേ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫുള്ളായിട്ട് ഇങ്ങോട്ട് വന്ന് നെഞ്ചത്തേക്ക് കയറിയില്ലെന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള സംസാരം. പാട്ടൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഒരു സ്നേഹ പാടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗുമ്മായിരുന്നു എനിക്ക് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. ഈ ബാക്കി ഷാൻ്റെയും മഞ്ജരയുടെയും കാര്യം അറിഞ്ഞുകൂടാ, പിന്നെ അത് അവർ പറയട്ടെ. അപ്പോൾ എന്തൊക്കെയാലും ഓൾ ദി ബെസ്റ്റ് സ്നേഹ. താങ്ക് യു സർ. ഷാനിക്ക. സ്നേഹ, സർ. എനിക്കൊന്ന് ഈ പ്രതീക്ഷയുടെ അമിതഭാരം അതായിരിക്കാം ഇവിടെ നമുക്ക് ഒരു വില്ലനായി മാറിയത്. കാരണം സ്നേഹ എപ്പം ഇവിടെ വന്ന് പാടിയാലും സ്കോർ ചെയ്തിട്ടേ പോയിട്ടുള്ളൂ. അതെ. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനൊരു പാട്ട് എന്നോട് എന്തിനീ പിണക്കം എന്ന് പറയുന്നത് നമ്മൾ സർക്കാസ്റ്റിക്കലി വരെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പം പ്രത്യേകിച്ച് സ്നേഹ ഇത് എടുത്തിട്ട് അൺപ്ലഗ്ഡിൽ പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇത് രസമായിരിക്കും എന്ന് തോന്നി. അത് അത്ര അങ്ങോട്ട് എത്തിയില്ല, അത്രേ ഉള്ളൂ. വോയിസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, പക്ഷേ എന്തോ ഒരു മിസ്സിങ്. സാധാരണ സ്നേഹ പാടുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവാറ്, അത് നമുക്കറിയാം അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഈ പാട്ട് എടുത്തിട്ട് വന്നപ്പോഴും ഇത് നല്ല രസം ഉണ്ടാവും എന്ന് തോന്നിയത്. അതത്ര അങ്ങോട്ട് വർക്കായില്ല എന്ന് മാത്രം. അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം അതൊന്ന് ബെറ്റർ ആക്കുക കേട്ടോ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. സ്നേഹക്കുട്ടി, മാം. നല്ല സോങ് സെലക്ഷനാണ്. ഇതിൻ്റെ അകത്ത് മോളുടെ വോയിസും ആസ് യൂഷ്വൽ എല്ലാ പാട്ടുകളും മോള് വളരെ ഭംഗിയായിട്ടാണ് പാടുന്നത്. ഈ പാട്ടിനകത്ത് ഇത് കുറച്ചുകൂടി ഒരു വാക്കുകൾക്ക് കൂടുതലായിട്ട് എംഫസിസ് കൊടുത്ത് അതിൻ്റെ മീനിങ് മോൾ അത് ആലോചിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി അതിന് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. എന്നോട് എന്തിനീ പിണക്കം, എന്നും എന്തിനാണ് എന്നോട് പരിഭവം, അതെന്നുള്ളത് നമ്മൾ ആ പാടുമ്പം അക്ഷരങ്ങൾ വാക്കുകൾ എവിടെയൊക്കെ സ്ട്രെസ് ചെയ്യുന്നു, ഇതിലൊക്കെ വലിയ കാര്യമുണ്ട്. എന്നോടെന്തിനീ പിണക്കം ഇങ്ങനെ വെറുതെ എവിടെയും സ്ട്രെസ് കൊടുക്കാണ്ട് പാടി പോകുമ്പോൾ അത് എത്തില്ല കേൾക്കുന്നവരിലേക്ക്. അപ്പം മോൾ അത് ആ വാക്കുകൾ ഉൾക്കൊണ്ട് കുറച്ചുകൂടി ഒന്ന് പാടിയിരുന്നെങ്കിൽ ഇത് ഭംഗിയായേനെ. ചില ഭാഗങ്ങൾ ഇത് ഈ ശ്രുതിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. മോൾക്ക് ഇതുവരെ വരാത്ത പ്രശ്നങ്ങളാണ് ഈ പാട്ടിനകത്ത് തോന്നിയത്. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്. സ്നേഹയ്ക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എത്ര കടുകട്ടി പാട്ടാണെങ്കിലും സ്നേഹ വളരെ മനോഹരമായിട്ട് വന്ന് പാടുന്ന ആളാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് സോങ്സിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം.
അവിടെ ഇവിടെയൊക്കെ മോള് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാമായിരുന്നു, ഒരു ഫീൽ വരാമായിരുന്നു, അതിനൊരു ഭാവം വേണമായിരുന്നു കേട്ടോ. എന്തായാലും അടുത്ത പ്രാവശ്യം ശരിയാക്കുക. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. സാറേ 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 എന്തോ മാർക്ക് കൊടുക്ക് സാറേ. ചക്കരെ 9.1. താങ്ക് യു സാർ. ചേച്ചി മോളു 9.1 മാർക്സ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക സ്നേഹ ഓക്കെ, സോ ടോട്ടൽ 18.2. ഓക്കേടാ.